സഹൃദയരെ, കലാസ്നേഹികളെ, മെയ്സ് കലാസമിതി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന 29ാമത്തെ നാടകം അക്കരയാണെന്റെ മാനസം. കേരളം എന്ന സ്വർഗദേശത്ത് നിന്ന് കുവൈറ്റ് എന്ന സ്വപ്ന രാജ്യത്തേക്ക് വന്ന കുറച്ച് എഞ്ചിനീയർമാരുടെ കഥ. അവരുടെ സ്വപ്നങ്ങളിലൂടെ, പ്രതീക്ഷകളിലൂടെ, വീഴ്ചകളിലൂടെയും വിങ്ങലുകളിലൂടെയും ഒരു യാത്ര. അവരുടെ നിത്യജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ഇവിടെ നാം കാണുന്നത് ബിനുവിനെയോ ഷാഫിയെയോ വിനോദിനെയോ അല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരെയുമാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു പോകാത്ത ബാല്യങ്ങളായി ഈ മൊഹന്ദിസുമാർ ജ്വലിക്കുന്ന സൂര്യന്മാരായി നിലകൊള്ളുന്നു. ഹൗസ് മെയ്ഡും ചിരകിയ തേങ്ങയും ബക്കാല ഹോം ഡെലിവറിയുമൊക്കെയായി നാം അനുഭവിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളുടെ ഇടയിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. അക്കരയാണെന്റെ മാനസം. രംഗത്ത് നിങ്ങളുടെ കണ്ണിലുണ്ണികളായ കലാസമിതി താരങ്ങൾ ശശി കോടനാട്, സജി കോതമംഗലം, ജോജൻ വാഴക്കുളം, ജിബി പള്ളിപ്പുറം, ജേക്കബ് സക്കറിയ കോട്ടയം, ജോസ് കൈതാരൻ ചേരാനല്ലൂർ. കൂടാതെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ താരങ്ങൾ സുജ പന്തളം, ശ്രീലക്ഷ്മി തൃശൂർ, മാസ്റ്റർ കെൻ ജേക്കബ്. നാടകരചന ചാന്ദിനി താമരശ്ശേരി. രംഗപടം, ശബ്ദലേഖനം, ശബ്ദമിശ്രണം അജിത് ചെങ്ങനാശ്ശേരി. നൃത്തം പ്രിയ കുണ്ടന്നൂർ. ചമയം ആവശ്യമില്ല. വസ്ത്രാലങ്കാരം സ്വമേധയാ. സംവിധാനം സഗീർ പാനായിക്കുളം. നിങ്ങളുടെ കയ്യടികൾക്ക് കാതോർത്ത് പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ ആരംഭിക്കട്ടെ. അക്കരയാണെന്റെ മാനസം. നിനക്കും കിട്ടിയല്ലേ? എനിക്ക് മാത്രമാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അല്ലേലും മറ്റൊരാൾ കൂടി പണി കിട്ടിയെന്ന് അറിഞ്ഞാലല്ലേ മലയാളിക്ക് സമാധാനമാകൂ. ഞങ്ങൾക്ക് മാത്രമല്ല, കമ്പനിയിലെ മൊത്തം എഞ്ചിനീയേഴ്സിനും കിട്ടി ടെർമിനേഷൻ. ആശ്വാസമായി. എങ്ങനെ നടന്നിരുന്ന കമ്പനിയാ, മേസുകാർ വന്നോടെ അതിനൊരു തീരുമാനമായി. 3 മാസം നോട്ടീസ് പീരീഡ് ഉണ്ടല്ലോ. വേറെ വല്ല കമ്പനിയും കിട്ടുമെന്ന് നോക്കാം. എണ്ണവില ഇങ്ങനെ താഴേക്ക് പോവുകയാണെങ്കിൽ വേറൊരു ജോലി കിട്ടാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. സത്യം, കുവൈറ്റികൾക്ക് വരെ പണിയില്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. ജീവിതം ഇരുട്ടിലേക്ക് നീങ്ങുകയാണല്ലോ ദാസാ. എഞ്ചിനീയർമാർക്ക് സാലറി കൂടുതലാന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ആദ്യം പുറത്താക്കിയത്. ചുരുക്കത്തിൽ കമ്പനിക്ക് ലാഭം ഫോർമാനാ. അവരാകുമ്പം പണിയും നടക്കും, കുറച്ച് ശമ്പളം കൊടുത്താൽ മതി. അത് സത്യ. ഫോർമാന് 4 മാസം കൊടുക്കുന്ന സാലറി നമുക്ക് 1 മാസം തരണം. ശമ്പളം കുറവാണെങ്കിലും ഫോർമാന് നാട്ടിൽ 1.5 കോടിയുടെ വീടും പജേറും ഒക്കെ ഉണ്ട്. നമുക്കാകെ ഉള്ളത് ഒരു ഓൾട്ടോയും അതിൻ്റെ ലോണും മാത്രം. എനിക്കൊരു ഐഡിയ. ഫോർമാന് വേണ്ടി ഒന്ന് അപേക്ഷിച്ചാലോ? കിരീടമേ പോയുള്ളൂ.
ചെങ്കോല് പോയിട്ടില്ല. നിങ്ങളിങ്ങനെ ഡെസ്പാകാതെ. കേരളത്തിൽ ഇപ്പം എന്താ ഒരു കുഴപ്പം? കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്ക്. എന്തുമാത്രം വികസനമാണ് അവിടെ. കേരളത്തിനൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? നീ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കേ. ബംഗാളികൾ പോലും ജോലി അന്വേഷിച്ച് വരുന്നത് കേരളത്തിലേക്കാണ്. കുവൈറ്റിലുള്ളതിനേക്കാളിലും ബംഗാളികൾ ഇപ്പോൾ നാട്ടിലുണ്ട്. സ്വന്തമായി ഇത്രയും തൊഴിലവസരങ്ങളുള്ള ഒരു നാടുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അതാലോചിക്കുമ്പോൾ ശരിയാ. 5 പൈസയുടെ വിവരമില്ലാത്ത മത്സരമാനേരെ കൊണ്ട് മടുത്തു. അതാ പറഞ്ഞത്, നാട്ടിലാണെ നമ്മളല്ലേ രാജാവ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പക്ഷികളുടെ പാട്ട് കേൾക്കാം, ഇളം കാറ്റുകൊണ്ട് പാടത്തൂടി നടക്കാം, മുറ്റത്തുകൂടി ഓടി കിടക്കുന്ന കോഴികളെ കാണാം. ഹാ, എങ്ങനെ ആലോചിച്ചാലും നാടാണ് ബെറ്റർ. അതിനിപ്പോ കോഴീനെ കാണാൻ നീ നാട്ടിൽ പോണോ? കണ്ണാടി നോക്കിയാ പോരെ. നാട്ടിൽ 2 ദിവസം ലീവ് കിട്ടിയാൽ പോകാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ എന്ത് കുന്തമുണ്ട്? ഓഫറുള്ള ഏതെങ്കിലും തുണിക്കടപ്പിൽ പോസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ച എൻ്റെ വിധി. നാട്ടിലെ തുണിക്കടയിലൊന്നും ഇത്രയും ഓഫർ ഉണ്ടാവാറില്ല എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റാണ്. പോരാത്ത ഇവിടുത്തെ അത്രയും ഷോപ്പിംഗ് മാനിയും നാട്ടിലില്ല. കാശ് മുഴുവൻ പോക്കറ്റിൽ കിടന്നോളും. അല്ല, നമ്മൾ നാട്ടിൽ പക്ഷികളെ കാണാൻ ട്രിപ്പ് അടിക്കാനാണോ പോകുന്നത്? ജോലി വല്ലതും വേണ്ടേ? താൻ എവിടത്തുകാരനാണ്? നാട്ടിലാണ് ജോലിക്ക് ക്ഷാമം. നല്ല യമണ്ടൻ പ്രൊജക്റ്റുകൾ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കല്ലേ. സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം, മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ഇത്രയൊക്കെ പോരെ? അതെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞ പ്രോജക്റ്റുകളല്ലേ? ഉദ്ഘാടനം കഴിയുന്നേ ഉള്ളൂ. നമ്മുടെ മക്കളൊക്കെ എഞ്ചിനീയറിംഗ് പാസ്സാകുമ്പോഴേക്കും പ്രോജക്റ്റ് ശരിയാകുമായിരിക്കും. നമുക്ക് നാട്ടിൽ പോയി ഇതുപോലെ കൊള്ളാവുന്ന വല്ല പ്രോജക്റ്റിലും കയറി കൂടാന്നേ. അത് ശരിയാ. ഇവിടുത്തെ ചിലവ് താങ്ങാൻ പറ്റാതെ ആയി. റെൻറ്റ്, ലോണ്, 4 പിള്ളേരുടെ സ്കൂൾ ഫീസ്, ഇത്രയും കഴിയുമ്പോൾ പിന്നെ ബാക്കിയൊന്നുമില്ല. ഇതും പോരാഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൻ്റെ ഫൈൻ വേറെ. എടാ, 4 പിള്ളേരെ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു സ്കൂൾ ഫീസ് കൊടുക്കേണ്ടി വരുമെന്ന്. നാട്ടിലാകുമ്പോൾ വലിയ ചിലവൊന്നും കാണില്ല. സാലറി 3/4 സേവ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോയേക്കാം അല്ലേ? ശരി, എന്നാൽ പിന്നെ നാട്ടിൽ കാണാം. നിങ്ങളിവിടെ പേപ്പർ വായിച്ചിരിക്കുക, പോയി മുറ്റടിക്കും മനുഷ്യ. എടി, ഇത് കുവൈറ്റ് അല്ല. അവിടെ ഞാൻ ഫ്ലാറ്റിൻ്റെ അകത്ത് ബാത്റൂം കഴുകിയാലും പാത്രം കഴുകിയാലും ആരും കാണില്ല. ഇവിടെ ഞാൻ മുറ്റമെങ്ങാനും അടിച്ച അയൽവക്കക്കാരെ മുഴുവൻ കാണും. എൻ്റെ മാനവും പോവും. ഓ, മാനം കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോ. നിങ്ങൾക്കായിരുന്നല്ലോ വലിയ നിർബന്ധം കാറ്റും കൊണ്ട് നടക്കാൻ വിശാലമായ മുറ്റം വേണമെന്ന്. ഇപ്പം എന്തായി? കാറ്റ് കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷേ ഇപ്പം ചൂട് കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഞാൻ അന്നേ പറഞ്ഞതാ ഇത്രയും വലിയ മുറ്റം വേണ്ടെന്ന്. അല്ലെങ്കിലും ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് പുല്ല് വിലയാ. തന്നെത്താനെ നിങ്ങൾ അനുഭവിച്ചനി. എടി, നീ ഒരു മേഡിനെ വെക്ക്, അപ്പോൾ എല്ലാ പ്രശ്നവും തീരുമല്ലോ. അല്ലേലും ഈ വേലക്കാരികൾ മുറ്റമടിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. വിളിക്കുമ്പോൾ ഓടി വരാൻ നിങ്ങളിവിടെ പെണ്ണുങ്ങളെ വല്ലതും കൊണ്ടുവച്ചിട്ടുണ്ടോ? ഒരുമാതിരിപ്പെട്ടതെല്ലാം തൊഴിലുറപ്പിന് പോയി, ബാക്കിയുള്ളത് എഞ്ചിനീയറിങ്ങിനും. ഹാ, തൊഴിലുറപ്പാകുമ്പം അവർക്ക് സ്ഥിരം ജോലിയുണ്ട്, ആനുകൂല്യമുണ്ട്. എന്നാൽ പണിയൊട്ട് ചെയ്യേണ്ടതാണ്. അപ്പം മേടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ നിൽക്കണ 4 മരം മുറിച്ചാൽ പിന്നെ മുറ്റത്ത് ഇല വീഴൂല. പിന്നെ 2 ആഴ്ച ഒരിക്കലും മുറ്റം അടിച്ചാൽ മതി. എന്തു പറയുന്നു? പൊയ്ക്കോണം അങ്ങോട്ട്. ചൂടെടുത്ത് മനുഷ്യനിവിടെ നട്ടപ്രാന്തെടുത്ത് നടക്കുക. അന്നേരം ഉള്ള മരം കൂടി മുറിക്കാൻ വരുന്നത്. കൂടെ എടുത്തിട്ടല്ല, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാന്ത. നിങ്ങൾക്ക് വേണേൽ ഷർട്ട് ഊരി ഇതിലൂടെയൊക്കെ നടക്കാം. ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ചൂട് കാരണം ഒന്നിനും വയ്യ. മുറ്റമടിക്കലാണല്ലോ പ്രധാന ഇഷ്യൂ. അതിന് നീ തുണി ഊരി കളയേണ്ട കാര്യമില്ല. നമുക്കൊരു വാക്യൂം ക്ലീനർ വെച്ച് മുറ്റം അങ്ങ് വാക്യൂം ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധി? നിങ്ങളെ അപ്പൻ്റെ പേര് അംബാനി എന്നാ? അല്ല, എൻ്റെ അപ്പൻ്റെ പേരും അംബാനി എന്നല്ല. അതിന്
കറണ്ട് ബില്ല് കൊടുക്കാൻ പ്രാപ്തിയുള്ള അപ്പന്മാർ നമുക്ക് രണ്ടാക്കും ഇല്ല. എഞ്ചിനീയറിംഗ് ബുദ്ധി പോലും. കറണ്ട് ബില്ല് ഒരു ഇഷ്യൂ തന്നെയാണ്. കഴിഞ്ഞ മാസം 2000 രൂപയാണ് ബില്ല്. കുവൈറ്റിലായിരുന്നപ്പോൾ ഇതൊന്നും അറിയണ്ടായിരുന്നു. ഇനി അതൊന്നും പറയണ്ട. ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലേ? മുറ്റമണി അവിടെ നിൽക്കട്ടെ. വേറെന്താ ഇപ്പം നിന്റെ പ്രശ്നം? കിണറ്റിൽ വെള്ളമില്ല. ആ പാതാള കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചാൽ മേലോട്ട് കയറുകയില്ല. എഞ്ചിനീയറാണത്ര. എടി ഈ വോൾട്ടേജ് ഇല്ലാതെ, ഈ കിണറ്റിൽ വെള്ളമില്ലാതെ പമ്പിലൂടെ വെള്ളം ടാങ്കിൽ എത്തിക്കാനിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ മന്ത്രോ മാജിക്കൊന്നും പഠിപ്പിക്കുന്നില്ല. അത്യാവശ്യമുള്ള വെള്ളം നീ കോരിയെടുക്കടി. വെള്ളം കോരി, നിലം തുടച്ച്, പാത്രവും കഴുകി, തുണി അലക്കി ചാകുന്നതിനേക്കാളും ഭേദം ഞാൻ ഇപ്പോഴേ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുന്നതാ. പട്ടിണി കാരണം ആത്മഹത്യ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ വെള്ളം കോരാൻ വയ്യാനായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എവിടുന്നേലും ഒരു മെയ്ഡിനെ കൊണ്ടുപോവാ. അല്ലാണ്ട് ഇവിടുന്ന് ഒന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ എവിടുന്ന് കൊണ്ടുവരാനടി പെണ്ണുങ്ങളെ? പണ്ട് കുറെ അവളുമാരുണ്ടായിരുന്നല്ലോ. വിളിച്ചു ചോദിക്ക് ആരെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടോന്ന്. All about the swag and I'm all about the style. Walk into the club and the girls go wild. All about the style and I'm all about the bling. See Dad, I can't live here. എന്തു പറ്റി? I don't have any friends here and this stupid internet is so slow. Is it 4G or 1G? Even I can't play any games on my tab. What will I do here? എടാ, ഇവിടെ നെറ്റൊക്കെ വളരെ സ്ലോയാ. നീ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുടെ കൂടെ പോയി കളിക്കും. Dad, they're so unhygienic. You know, Dad, that small girl playing with mud, that too even without wearing a glove. They're so dirty people. I felt like vomiting. പോടാ, അത് കുഴപ്പമില്ല. മണ്ണിലൊക്കെ കളിച്ച് വളർന്നാൽ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും. No, Dad, you can't do this to me. I want to go back to Kuwait. It's so unhygienic and the people. Ugh. I will buy some pet for you. A cute little dog. How will it be? No, Dad, I hate it. Even the cock from our neighborhood shits everywhere. I will vomit and die here. പൊക്കോണോ അവിടുന്ന്. ഇവിടെ മനുഷ്യൻ ആപ്പാടെ തല പോഞ്ഞിരിക്കുമ്പോഴാ അവൻ്റെ ഒരു കോഴിത്തീട്ട കേസ്. Dad, at least use some decent language. What is this koithitam? It's shit, just shit. from left to right when they ask me if I'm the flow. What happened? ഓ, ഇനി അത് ഇവിടെ വന്നാൽ ശരിയാകില്ല. ലവന്മാരുടെ സിറ്റുവേഷൻ എന്തായോ ആവോ. ആ, ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ദേ നോക്കിയേ, ഗ്യാസ് തീർന്നു. എടി, ഇത് കുവൈറ്റ് അല്ല. ഗ്യാസ് തീർന്ന അപ്പം തന്നെ പക്കാലക്കാരൻ ഗ്യാസും കൊണ്ട് ഓടി വരാൻ. 2 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്യാതെ ഇവിടെ ഗ്യാസ് ഒന്നും കിട്ടൂല. 2 ആഴ്ചയോ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെ കുക്ക് ചെയ്യും? നീ ആ പറമ്പിലോട്ട് ഇറങ്ങി ഇത്തിരി വിറകും ചിരട്ടയൊക്കെ എടുത്ത് അടുപ്പ് കത്തിക്കെൻ്റെ മോളെ. പിന്നെ ഡെയിലി അടുപ്പും കത്തിച്ച് അതിന്റെ പുക അടിച്ചു വേണം ഞാൻ കരിഞ്ഞ കാക്ക പോലെ ആകാൻ. വിശപ്പിനൊക്കെ വലുതാണോടി സൗന്ദര്യം. എനിക്ക് സൗന്ദര്യം തന്നെ വലുത്, നിങ്ങൾക്ക് ഇല്ലേലും. ആയിക്കോട്ടെ, അടുപ്പ് ഞാൻ കത്തിച്ചെന്നാ ഇപ്പൊ പ്രശ്നം തീരുമല്ലോ. തേങ്ങ വേണം. തേങ്ങ അല്ലേടി ആ മുറ്റത്ത് കിടക്കണത്. അതല്ല, തിരുമിയ തേങ്ങ വാങ്ങിച്ചോണ്ട് വാ. എടി, ഇത് കുവൈറ്റല്ല. ലുലു പോയി തേങ്ങാപ്പീര വാങ്ങിച്ചോണ്ടും വരാൻ. നീ ആ തേങ്ങ പോയിച്ച് 2 കഷ്ണാക്കെ, എന്നിട്ട് അങ്ങോട്ട് നിന്ന് തിരുമ്മ. സോ സിമ്പിൾ. പിന്നെ സോ സിമ്പിൾ. നിങ്ങൾ അങ്ങിരുന്ന് ചെരുവിയാ മതി, എന്നെ കൊണ്ടൊന്നും വയ്യ. ഞാൻ അടുപ്പ് കത്തിക്കണം, തേങ്ങ ഇറങ്ങണം, പാത്രം കഴുകണം, നിലം തുടക്കണം. നീ ഇങ്ങനെ മുഖത്ത് പുട്ടിയുമിട്ട് രാവിലെ മുതൽ സീരിയലും കണ്ട് സുന്ദരി കോതയായിട്ട് ഇരുന്നോ. എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ട് തേങ്ങ ചെരുവാൻ പറ്റൂല്ല. പടച്ചോനെ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ പെണ്ണായിട്ട് ജനിപ്പിക്കണേ. എന്നാ പിന്നെ നീ തേങ്ങയില്ലാത്ത കറിയെക്കുറിച്ച് ആലോചിക്കും. ശരി, തേങ്ങയില്ലാത്ത കറി കുറിച്ച് ഞാൻ ആലോചിക്കാം. പക്ഷേ പരിപ്പും തക്കാളിയും പച്ചമുളക് ഇല്ലാത്ത കറിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ നട്ടുച്ചയ്ക്ക് പോയി ഞാൻ അതൊക്കെ വാങ്ങിക്കൊണ്ട് വരണമായിരിക്കും. നിങ്ങൾ ആ ബക്കാലെ വിളിച്ച് പറ. They will bring it. എൻ്റെ പൊന്നു മോളെ, ഇത് കേരളമാണ്. കടയിലോട്ട് വിളിച്ച് പറഞ്ഞാൽ ഒരു സാധനവും വീട്ടിലോട്ട് എത്തൂല. ഗ്യാസ് ഇല്ല, ചെറിയ തേങ്ങയില്ല, മേടില്ല. എനിക്ക് വയ്യ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ. ഓ, നീ ഒന്ന് അടങ്ങ്. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ആകുന്നവരെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയാൽ മതി.
നിന്റെ വാപ്പാനോട് സ്ത്രീധനത്തിൻ്റെ ബാക്കി പൈസ കൊണ്ട് തരാൻ പറ. കയ്യിൽ കാശില്ലാണ്ടിരിക്കുകയാണ്. ശ്രീധനം? വേലയും കൂലിയില്ലാത്ത നിങ്ങൾക്കാ ശ്രീധനം? എനിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നല്ലൊരു പ്രപ്പോസൽ വന്നതാ. അതിന്റെ കല്യാണം കഴിഞ്ഞോ ആവോ? അളിയാ, കട്ട സീനാണല്ലേ. ഒരു രക്ഷയില്ല അളിയാ, എൻ്റെ തല തിന്ന്. എൻ്റെ വീട്ടിലും സെയിം സിറ്റുവേഷൻ അളിയാ. ഭ്രാന്ത് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പെണ്ണുങ്ങളുടെ അടുക്കള പ്രശ്നം കേട്ടാൽ വീട്ടിലിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിക്കണ്ടായിരുന്നു. എല്ലാവരും ഇത് പറയുകയും ചെയ്യും, എന്നിട്ട് പോയി തല വെച്ച് കൊടുക്കുകയും ചെയ്യും. പോയ ബുദ്ധി ഇനി ആന പിടിച്ചാൽ കിട്ടുമോ? പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കുവൈറ്റിൽ മെയ്ഡും ചിറകിയ തേങ്ങയും ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനും ഒലക്കയുടെ മൂടും എല്ലാം ആയിട്ട് മടി പിടിച്ചു പോയി. തൽക്കാലം പെണ്ണുങ്ങളുടെ പ്രശ്നം വിട്, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വീട്ടിലെ ചിലവ് ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. കേബിള്, പാല്, പത്രം, പച്ചക്കറി, കറണ്ട്, ഫോണ്, നെറ്റ്, ഇത്രയും ബില്ല് കൊടുക്കുമ്പോഴേക്കും ഒരു എമൗണ്ട് അങ്ങ് നീങ്ങിക്കിട്ടും. നാട്ടിൽ ചിലവ് കുറവാന്നാണ് ഞാൻ വിചാരിച്ച്. ഇതിപ്പോൾ കുവൈറ്റിനെയും കടത്തി വിട്ടും. പെട്രോൾ അളിയാ സഹിക്കാൻ പറ്റാത്തത്. ഒരു ദിനാറിന് പെട്രോൾ അടിച്ച ഫർവാനിന്ന് മീനാബ്ദുള്ള വരെ പോയി വരായിരുന്നു. ഇവിടെ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കാം, പിന്നെ ഓടിക്കണ വേറെ അടിക്കണം. പെട്രോളിൻ്റെ വില പേടിച്ച് ബൈക്ക് എടുക്കാമെന്ന് വെച്ചാൽ ഐസ് എടുത്ത് വെച്ച് അതിൻ്റെ മേലെ കയറി അടിക്കണം. അമ്മാതിരി ചൂടാ. എന്തൊരു ഇടങ്ങേറാണപ്പാ. നമ്മൾ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ അവിടുത്തെ ചൂടും ഇങ്ങോട്ട് പോന്നു. കുവൈറ്റിൽ ഇത്രയും ചൂടില്ലാന്നാ തോന്നുന്നത്. ആ, അതിരിക്കട്ടെ. പിള്ളേരുടെ സ്കൂൾ അഡ്മിഷൻ എന്തായി? എന്താകാൻ, 3-4 സ്കൂൾ ഇൻ്റർവ്യൂവിന് പോയി. പിള്ളേർ പാസ്സായി, നമ്മ ഫെയിലായി. സംഭവം പുറത്തു പറയാൻ പറ്റുമോ? എൻ്റെ അവസ്ഥയും സെയിമാ അളിയാ. പിന്നെ പെണ്ണും പിള്ളേയും ഫെയിൽ ആയതുകൊണ്ട് അവള് തല തിന്നുന്നില്ല, അല്ലെങ്കിൽ അതുകൂടി ആയേനെ. ഏറ്റവും വലിയ പ്രശ്നം കാശാണിടൂ. നാട്ടിൽ ചിലവ് വാണം വിട്ട പോലെ മേലേക്കാ. ഞാനൊരു സ്ഥലമുള്ളത് വിൽക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പാപി ചെല്ലുന്നിടം പാതാളം, അല്ലാണ്ട് എന്ത് പറയാൻ. നമ്മൾ എത്രയും പെട്ടെന്നൊരു ജോലിക്ക് കയറണം, അല്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാകും. ആ, പിന്നൊരു കാര്യം, എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. ഏത് കമ്പനിന്നാ? ഏതാ പ്രൊജക്റ്റ്? ഒരു വില്ല പ്രോജക്റ്റാണ്. നാട്ടിൽ മുഴുവൻ വില്ല ഫ്ലാറ്റ് പ്രോജക്റ്റ് ആണല്ലോ അധികവും. ഗോൾഡൻ വില്ല പ്രോജക്റ്റ് ആണോ? ഞങ്ങളെ അവിടെ തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ, നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാണാം. ഓക്കെ. Binu metos agatek beru. Binu metos. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, 5 വർഷം ബോംബെയിൽ, 15 വർഷത്തെ കുവൈറ്റ് എക്സ്പീരിയൻസ് അല്ലേ? അതെ സാർ. ഏതൊക്കെ ഏരിയയിലാണ് എക്സ്പീരിയൻസ്? റിഫൈനറിയിലെ എല്ലാ ഇലക്ട്രിക്കൽ വർക്കും അറിയാം സാർ. KOC, KNPC, റൂൾസ് ആൻഡ് റെഗുലേഷൻ, സ്പെസിഫിക്കേഷൻ, പ്രോജക്ട് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാം അറിയാം സാർ. KOC KPCയാ? അതെന്തുട്ടാ? അതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ഒരു വീടിൻ്റെ വയറിങ് ചെയ്യാൻ അറിയാമോ തനിക്ക്? ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ വർക്കൊന്നും ചെയ്തിട്ടില്ല സാർ. ബൾബ് മാറ്റാൻ അറിയാമോ? ഭാര്യയ്ക്കറിയാം സാർ. എന്നാൽ പിന്നെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ജോലി. കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആൻഡ് ത്രില്ലിംഗ് വർക്ക്സ്, അതിലാണ് എനിക്ക് താല്പര്യം. വർക്ക് അത്ര സിമ്പിൾ അല്ല. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ് വർക്ക് ടൈം. സാർ, ഞാൻ അടിമപ്പണിക്കല്ല അപ്ലൈ ചെയ്തത്. ഇവിടുത്തെ വർക്ക് ടൈം അങ്ങനെയാണ്. തൽക്കാലം നമുക്ക് വർക്കിൻ്റെ ഡീറ്റെയിലിലേക്ക് പോവാം. തൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റ് വന്നാൽ അത് ആരാ ചെയ്യാറ്? അത് ഫോർമാൻ വന്ന് ചെയ്തോളൂ. ഞാൻ പുള്ളിക്ക് ഓവർ ടൈം എഴുതി കൊടുക്കും. എടോ വിനു, കേരളത്തിലിപ്പോൾ റിഫൈനറി പ്രോജക്റ്റ് ഒന്നുമില്ല. ആകെ ഉള്ളത് വില്ല പ്രോജക്റ്റുകളാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും
20 വർഷത്തെ എക്സ്പീരിയൻസ്. പറഞ്ഞിട്ടെന്താ കാര്യം? സിമ്പിളായിട്ടൊരു വീടിൻ്റെ വയറിംഗ് പോലും അറിയാൻ പാടില്ല. തന്നെയൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഞാനിവിടെ വെക്കുന്നത്? തൽക്കാലം ഇപ്പോൾ പൊക്കോ, റിഫൈനറി പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ വിളിക്കാം. പിന്നെ നിങ്ങളുടെ ഫോർമാന് ജോലി വല്ലതും വേണമെങ്കിൽ ഇങ്ങോട്ട് വിട്ടേരെ. ഷാഫി മുഹമ്മദ് വന്നിട്ടുണ്ട്. ഷാഫി മുഹമ്മദ്. മെക്കാനിക്കൽ എഞ്ചിനീയർ, 18 വർഷത്തെ എക്സ്പീരിയൻസ്, 4 വർഷം ബോംബെയിലും പിന്നെ കുവൈറ്റിലും. അല്ലേ? യെസ് സർ. അതെ സർ. ഏതൊക്കെ ഫീൽഡിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്? മെയിൻ്റനൻസിലാണ് സർ. പ്ലംബിങ്ങിലാണ് അധികം എക്സ്പീരിയൻസ്. കുറച്ചു കാലം HVACയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരി. 20 ആൾ താഴ്ചയുള്ള ഒരു കിണറ്റിൽ നിന്നും 20 അടി പൊക്കമുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഒക്കുമോ? അങ്ങനത്തെ വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാർ. കുവൈറ്റിൽ കിണറില്ലല്ലോ. അവിടെ എണ്ണക്കിണറില്ലേ? അത് വേറെ ടൈപ്പ് കിണറാ. ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കുന്ന സെറ്റപ്പ് അല്ല അവിടെ. ഓഹോ, എന്നാൽ ഒരു വീടിനുള്ള എന്തെല്ലാം മെക്കാനിക്കൽ വർക്ക്സ് അറിയാം? വീടല്ല സാർ, കുറച്ചുകൂടി വലിയ പ്രൊജക്റ്റാണ് എനിക്കറിയാവുന്നത്. കുവൈറ്റിൽ നിങ്ങൾ കെട്ടിയെടുത്തപ്പോൾ ഇവിടത്തേക്ക് ആവശ്യമുള്ളത് പലതും പഠിച്ചിട്ട് വേണ്ടേ വരാൻ. സോളാർ വെക്കാൻ അറിയാമോ? സോളാറൊക്കെ കേരളത്തിലല്ലേ സാറേ, ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല. തൽക്കാലം ഞങ്ങളുടെ കയ്യിലുള്ളത് വില്ല പ്രൊജക്റ്റുകളാണ്. നിങ്ങൾക്ക് ഈ ഫീൽഡിലൊന്നും ഒരു എക്സ്പീരിയൻസ് തൊട്ട് ഇല്ലാതാനും. എന്നാൽ പിന്നെ സമയം കളയണ്ട. विनोद कुमार, अंदर आओ. विनोद कुमार. സിവിൽ എഞ്ചിനീയർ വിത്ത് 20 ഇയർ എക്സ്പീരിയൻസ്, 5 വർഷം PWDയിൽ, പിന്നെ കുവൈറ്റിൽ ചെന്ന് റോഡ് പണി. അല്ലേ? അതെ സർ. എന്തുകൊണ്ട് ബോംബെയിൽ പോയില്ല? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, ബോംബെ വയ ഗൾഫ്, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. ആട്ടെ, എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? റോഡ്, ഹോട്ടൽസ്, ഷോപ്പിംഗ് മാൾസ്, ഇതൊക്കെയാണ് സാർ ഞാൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റുകൾ. തനിക്ക് വില്ല പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സാർ. എന്നാൽ പിന്നെ നമുക്ക് സാലറിയെക്കുറിച്ച് സംസാരിക്കാം, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. സാലറി 25-നും 30-നും ഇടയ്ക്കായിരിക്കും. 2.5 to 3 lakhs? നോ, 25,000 to 30,000 rupees. അയ്യോ, അപ്പോൾ കമ്പനി കാർ, പെട്രോൾ കാർഡ്, മൊബൈൽ, ഹൗസ് റെൻ്റ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം കൂടി 30. വാട്ട് വിൽ ബി ദ ഡ്യൂട്ടി ടൈം? രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ. ഇത്രയും നേരം പണിയെടുക്കുന്നതിന് 30,000 രൂപ. ഇവിടെ കൂലിപ്പണിക്കുണ്ടല്ലോ അത് കൂടുതൽ. എന്നാ താൻ കൂലിപ്പണിക്ക് പോക്കണോ? ഇപ്പോൾ ഞാൻ പോവാ, പക്ഷെ ഒരിക്കൽ ഞാൻ തിരിച്ചു വരും. കേട്ടോടാ മോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു പാക്കേജ്? പാക്കേജ്? അത് പാക്കേജ് അല്ല, പോക്കേജാണ്. ഇതിനേക്കാളും ഭേദം മസ്രികളായിരുന്നു. അവന്മാരുണ്ടായിരുന്നോണ്ട് നമുക്കൊരു വിലയുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ബിടെക്കിനൊന്നും ഒരു വിലയില്ല. പണ്ടത്തെ BA-ക്കാരുടെ അവസ്ഥയായി ഇപ്പൊ ബിടെക്കുകാർക്ക്. തെങ്ങ് കയറാൻ ആളെ ആവശ്യമുണ്ട്, ശമ്പളം 30,000. എഞ്ചിനീയറിംഗിന് പോയ സമയത്ത് വല്ല തെങ്ങ് കയറാനും പഠിച്ചാൽ മതിയായിരുന്നു. ടാക്സി ഡ്രൈവറെ ആവശ്യമുണ്ട്, ശമ്പളം 28,000. പജേറ ഓടിച്ച കൈ കൊണ്ട് ടാക്സി ഓടിക്കാന്ന് വെച്ചാ? കുക്കിനെ ആവശ്യമുണ്ട്, ശമ്പളം 35,000. കുക്കിംഗ് മുഴുവൻ ചെയ്യണോ അതോ അരിഞ്ഞു കൊടുത്താൽ മതിയോ? എല്ലാവർക്കും ഈ ആപ്പ് ഇപ്പൊ പണിക്കാരെ മതി. എഞ്ചിനീയേഴ്സിനൊന്നും ഇവിടെ ആർക്കും വേണ്ട. എടാ, ഒരു ബിസിനസ് തുടങ്ങിയാലോ? അതത്ര ഈസി ആയിരിക്കുകയല്ല.
ഗൾഫുകാർ തുടങ്ങുന്ന ബിസിനസ്സുകൾ പൊതുവെ പൂട്ടിക്കെട്ടിക്കുക പതിവ്. അല്ല മറ്റേ വരവേൽപ്പിലെ മോഹൻലാലിനെ പോലെ. എടാ 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 നമ്മുടെ ജോസല്ലേ വരുന്നേ, നമ്മുടെ കുവൈറ്റിലുണ്ടായിരുന്നേ, നമുക്ക് ആ മഷ്റൂമൊക്കെ കൊണ്ടു തന്നോണ്ടിരുന്നേ. ഹായ് ബിനു, താനെപ്പോ വന്ന നാട്ടില്? ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി. നീ ഇപ്പൊ എവിടെയാ? ഈ 1-ാം തീയതി മുതൽ എനിക്കിവിടെയാ പോസ്റ്റിംഗ്. അല്ല, നീ എന്നാ ഇനി തിരിച്ചു പോകുന്നത്? ഒരു ഗൾഫുകാരനെ കണ്ട ആദ്യം എന്നാ വന്ന്, പിന്നെ എന്നാ തിരിച്ചു പോന്ന്. എന്തോ നാടേ ഇത്? എന്ത് ചെയ്യാം, ഗൾഫുകാരോടാ ചോദ്യം ചോദിച്ചങ്ങ് ശീലമായിപ്പോയി. കേട്ടോ, ജോസ് ഇപ്പം ഈ വില്ലേജിലെ കൃഷി ഓഫീസറാ. ഈ കൃഷിയൊക്കെ ഇപ്പം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾ ഗൾഫുകാരുടെ ഒരു തോന്നല. കൃഷി ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. അറിഞ്ഞു ചെയ്താൽ നല്ല ലാഭമാ. എന്ത് ലാഭം? തേങ്ങയ്ക്കൊന്നൊരു വിലയില്ല. അത് ശരിയാ, തേങ്ങയ്ക്ക് വിലയില്ല. പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ടല്ലോ. അതാ പറഞ്ഞത് വിവരം വേണമെന്ന്. അളിയാ, ഞങ്ങൾ കുവൈറ്റിൽ നിന്നും പണിയൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആകമാനം പ്രോജക്റ്റും ഡെവലപ്മെൻറ്റും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റിയൊന്നും കാണുന്നില്ല. ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ ഒക്കെ പോയി നോക്കി. എല്ലാം വില്ല പ്രോജക്റ്റ് മാത്രം. ഞങ്ങൾക്കാണെ ആ ഏരിയയിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. ആകെ നട്ടം തിരിഞ്ഞിരിക്കുക ഇപ്പോൾ. അല്ല, നിങ്ങൾക്ക് കുറേ സ്ഥലമുണ്ടല്ലോ, വെറുതെ തരിശാക്കിയിട്ടിരിക്കുന്നു. വല്ല കൃഷിയും ചെയ്തുകൂടെ? ആകെയുള്ള സമ്പാദ്യം ആ സ്ഥലങ്ങളാണ്. പൊന്നും വില കൊടുത്ത് മേടിച്ചതാ. നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് നാട്ടുകാരതിപ്പം വേസ്റ്റ് ഡബ്ബയായിട്ട് ഉപയോഗിക്കുക. ആ, ഉള്ള വേസ്റ്റ് മുഴുവൻ കിടന്ന് നല്ല വളക്കമുള്ള സ്ഥലമായിട്ടുണ്ടാവും. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പണിയില്ല. കുറച്ച് കൃഷിയും കിടക്കണോ? കൃഷിയാ? അയ്യേ, കൃഷിക്ക് എന്താണ് ഒരു അയ്യേ? താനാ ഓർഗാനിക് വെജിറ്റബിൾസിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്ക്. നല്ല തീ വിലയാ. എന്നാലും ഒരെന്നാലുമില്ല. നിങ്ങളൊക്കെ എൻജിനീയേഴ്സ് അല്ലേ? ഇത്തിരി എൻജിനീയർ സ്കിൽ യൂസ് ചെയ്ത് കൃഷി ഇറക്കിയാൽ കുവൈറ്റിൽ കിട്ടിയതിനേക്കാളും ലാഭം ഇവിടെ ഉണ്ടാക്കാം. എന്നാലും കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്നുമില്ല, എൻജിനീയേഴ്സ് അല്ലേ? നമുക്കൊരു നിലയും വിലയൊക്കെയില്ലേ? എടോ, അതിന് നിങ്ങൾ സാധാ കൃഷിയൊന്നും ചെയ്യണ്ട. നല്ല ഹൈഫൈ ആയി വേണം കൃഷി ചെയ്യാൻ. ഹൈഫൈയാ? കൃഷിക്ക് എന്ത് ഹൈഫൈ? അതായത് ഒരു ഹൈടെക് ഫാമിംഗ്. ഞാൻ അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഐഡിയ മനസ്സിലായില്ല. മനസ്സിലായില്ല? ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃഷിയോടൊപ്പം പശുക്കൾ, ആട്, കോഴി, അങ്ങനെ എല്ലാം ചേർന്നുള്ളൊരു സംരംഭം. നിങ്ങളുടെ ഇമേജിൻ്റെ പ്രശ്നവും അതോടെ തീരും. അവസാനം ദാസനും വിജയനും കൂടി 20 ലിറ്റർ പാൽ ഇറക്കുന്ന പശുവിനെ വാങ്ങിയ പോലെ ആകുമോ? ഇതാ പ്രശ്നം. നിങ്ങൾ ആ ചിന്താഗതി മാറ്റേണ്ട സമയം കഴിഞ്ഞു. കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കുന്ന എത്രയോ പേര് എനിക്കറിയാം. അതുമാത്രമല്ല, കൃഷിക്കാരാകുമ്പോൾ കുറേ ആനുകൂല്യങ്ങളുമുണ്ട്. എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഓർഗാനിക് വെജിറ്റബിൾസിന് ഇവിടെയും നല്ല മാർക്കറ്റ് ഉണ്ടോ? അവസാനം വരവേൽപ്പിലെ മോഹൻലാലിനെ പോലെ വീണ്ടും ഗൾഫിലേക്ക് പെട്ടിയിട്ടേണ്ടി വരുമോ? ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. വാഫ്രയിൽ കൃഷിയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ആപ്പിൾ വരെ ഉണ്ടാക്കാടോ. അത്യാവശ്യം കൃഷിയൊക്കെ ആയാൽ ചൂടിനൊരു കുറവുണ്ടാവും അല്ലേ? അത് ശരിയാ. അല്ലെങ്കിൽ താമസിയാതെ നമ്മുടെ നാടും മരുഭൂമിയാകും. തന്നെയല്ല, തേങ്ങ തിരുമ്പാൻ മടിയുള്ള ഭാര്യയും മണ്ണ് കണ്ട അറപ്പുള്ള പിള്ളേരെയും നന്നാക്കിയെടുക്കാനുള്ള ഒരു അവസരവും കൂടിയാണിത്. അത് ശരിയാ. അപ്പം കൃഷിയാകാം അല്ലേ? നിങ്ങൾ വാ, ഞാൻ എൻ്റെ ഓർഗാനിക് ഫാമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഹലോ, ഷാഫി അല്ലേ? ഷാഫി ഇപ്പൊ എവിടെയാ? ആ, സാൻസിയാടാ. പറഞ്ഞോ. ആ ഷാഫി, KOC-യിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. നീ ആ CV ഒന്ന് പെട്ടെന്ന് നിങ്ങളുടെ അയക്കേ. ഏയ്, അത് വേണ്ട സാൻസി, അതൊന്നും ശരിയാവില്ല. അല്ല ഷാഫി, നമുക്ക് വാസ്ത പിടിക്കാനേ. അതൊന്നുമല്ല, ഞങ്ങളിവിടെ ചെറിയൊരു ഫാമിംഗ് ഒക്കെ ആയിട്ട് ഒന്ന് പച്ച പിടിച്ച് വരികയാണ്. ഭാര്യയും പിള്ളേരൊക്കെ അങ്ങ് അഡ്ജസ്റ്റഡായി. ഇനിയൊരു തിരിച്ചു വരവ്.
അത് വേണ്ട സയൻസ്. എന്നാലും കൃഷി ഇത്രയും ലാഭമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നഞ്ഞത്? എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടടാ ദാസാ. കതിര് 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 കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ. വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട. ഇല്ലം നിറ വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട. അല്ലിമലർ പെണ്ണാളെ ഇല്ലം നിറയ്ക്ക് വേല ചെയ്ത് വേപ്പ് കൊണ്ട് പാടം നനയ്ക്ക്. അങ്ങനെ വളര് 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 പുത്തഞ്ഞാറേ കുളിര് 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 പോരണ പാടം. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൽ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കട്ട കെട്ടി കൊയ്ത് കൂട്ടി വായോ.